2027 ഏകദിന ലോകകപ്പ്, ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് എന്നിവയിലെ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ ഭാവി ചാമ്പ്യൻസ് ട്രോഫി ഫൈനലിന് ശേഷം തീരുമാനമാകും. ടൈംസ് ഓഫ് ഇന്ത്യയാണ് ഇക്കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിലെ ടെസ്റ്റ് ഏകദിന നായകൻ രോഹിത് ശർമ്മയുടെ ഭാവിയും ഇതിലൂടെ തീരുമാനമാകുമെന്നും റിപ്പോർട്ടുണ്ട്. ടെസ്റ്റിലെയും ഏകദിനത്തിലെയും രോഹിത്തിന്റെ ക്യാപ്റ്റൻസിയെ സംബന്ധിച്ച് കഠിനമായ ചർച്ചകൾ നടക്കുന്നുണ്ട് എന്ന് BCCI വൃത്തങ്ങൾ പറഞ്ഞതായി റിപ്പോർട്ടുകളുണ്ട്. ഓസ്ട്രേലിയക്കെതിരെയുള്ള ടെസ്റ്റ് പരമ്പര തോൽവിക്ക് ശേഷം രോഹിത് ശർമ്മയെ നേതൃത്വത്തിൽ നിന്നും മാറ്റണമെന്ന ചർച്ചകൾ നടന്നിരുന്നു. രോഹിത് ഈ ആശയത്തോട് വിയോജിച്ചില്ല എന്നും ചാമ്പ്യൻസ് ട്രോഫിക്ക് ശേഷം ഇന്ത്യക്ക് പുതിയ ഏകദിന ക്യാപ്റ്റനെ നിയമിക്കാമെന്ന് സമ്മതിച്ചതായും റിപ്പോർട്ടിൽ പറയുന്നു. തന്റെ ഉള്ളിൽ ക്രിക്കറ്റ് ബാക്കിയുണ്ടെന്ന് രോഹിത് ശർമ്മ ഇപ്പോഴും വിശ്വസിക്കുന്നു. മുന്നോട്ടുള്ള പദ്ധതികൾ അറിയിക്കാൻ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. വിരമിക്കൽ അദ്ദേഹത്തിന്റെ തീരുമാനമാണ്. പക്ഷേ നായകസ്ഥാനത്ത് തുടരുന്നതിനെ കുറിച്ച് മറ്റൊരു ചർച്ച നടക്കും. ലോകകപ്പിന് തയ്യാറെടുക്കണമെങ്കിൽ സ്ഥിരതയുള്ള ഒരു ക്യാപ്റ്റന്റെ ആവശ്യകത രോഹിത്തിന് തന്നെ മനസ്സിലാകും. കോഹ്ലിയുമായും ചർച്ചകൾ നടന്നിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തിന് വലിയ ആശങ്കകളൊന്നും ഇല്ല എന്ന് BCCI വൃത്തങ്ങൾ ഉദ്ധരിച്ച് ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്തു. അതേസമയം ന്യൂസിലാൻഡിനെതിരെയുള്ള ഫൈനൽ മാർച്ച് 9 ദുബായ് സ്റ്റേഡിയത്തിൽ വെച്ച് അരങ്ങേറും. 2019 ഏകദിന ലോകകപ്പ് സെമി ഫൈനലിലെ തോൽവിക്കും 2021 ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിലെ തോൽവിക്കും ഇന്ത്യൻ ടീമിന് മറുപടി നൽകാനുള്ള മികച്ച അവസരമാണിത്. തോൽവി അറിയാതെയാണ് ഇന്ത്യ ഫൈനൽ വരെ എത്തിയത് എങ്കിൽ ന്യൂസിലാൻഡ് ഇന്ത്യക്കെതിരെ ഗ്രൂപ്പ് സ്റ്റേജിൽ തോറ്റിരുന്നു.